بسم الله الرحمن الرحيم. الحمد لله. الحمد لله خالق الوجود من العدم وجاعل النور من الظلم ومخرج الصبر من الألم وملقي التوبة على الندم، ونشكره على المصائب كما نشكره على النعم، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. قال الله سبحانه وتعالى في القرآن الكريم بعد قول أعوذ بالله من الشيطان الرجيم: ومن أعرض عن ذكري فإن له معيشة ضنكا. صدق الله العلي العظيم وبلغ رسوله الكريم ونحن على ذلك من الشاهدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളെന്തിനാ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ആലോചിക്കണം. എന്തോ ഒരു വിഷാദമായിട്ട് എന്തോ അനുഭവിച്ചിട്ട് ഗോയിങ് ത്രൂ ഡിപ്രഷൻ. നമുക്ക് കൗൺസിലിങ്ങിലൊക്കെ ചില ആളുകൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോകും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ. സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ്. ഹൗ ആർ യു? كيف الحال؟ شخباركم؟ شلونكم؟ സുഖല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സുഖമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണോ ജീവിതത്തിൽ? നമ്മൾ സാധാരണ ഡെയിലി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്തായിരിക്കും? സുഖമാണോ? അപ്പോൾ നമ്മൾ എന്ത് പറയും? സുഖമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സുഖത്തിലാണോ? ഇറ്റ് ഈസ് എ വെരി ഡീപ്പ് ക്വസ്റ്റ്യൻ. ആരെങ്കിലും നിങ്ങൾ പോയിട്ട് അസ്സലാമു അലൈക്കും സുഖമാണോ ചോദിച്ചാൽ ഒരു സുഖമില്ലെന്ന് എന്ന് പറയലുണ്ടോ? നോ. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ശരിക്കും ഇതാണ് ലോകത്തിൽ കുറേ മനുഷ്യന്മാർ, മില്യൺസ് ഓഫ് പീപ്പിൾ, ദേ ഫേസിങ് ദിസ് ഓൺ എ ഡെയിലി ബേസിസ്. നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ഇൻസിൻസിയർ ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ ചോദിക്കുന്ന, സ്വന്തത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ആം ഐ റിയലി ഓൾ റൈറ്റ്? ഹൗ ആർ യു? അത് മനസ്സിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കി. ഹൗ ആർ യു? ആർ യു ഫൈൻ? സുബ്ഹാനല്ലാഹ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. ഇന്ന് എത്ര ആളുകൾ, എത്ര മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ടാകും? ഏകദേശം statistically speaking about 150,000 people die. 150,000 ആളുകൾ ഡെയിലി മരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. പക്ഷെ എന്നാൽ റൗണ്ട് ചെയ്തിട്ട് 24 മണിക്കൂർ എന്ന് പറയുകയാണെങ്കിലും അതിനുള്ളിൽ 150,000 ആളുകൾ മരണപ്പെടുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് യുവർ ഐസ്. ബ്രീത്ത് ഇൻ, breathe out. Breathe in, breathe out. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടു നോക്ക്. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഭൂമിയിലുണ്ടായിരുന്ന ചില മനുഷ്യർ, അവർ മനസ്സിൽ വിചാരിച്ചിരുന്നു എനിക്ക് കുറേ കാലം ജീവിക്കാനുണ്ട്. ഐ എം ഹാവിങ് എ ലോട്ട് ഓഫ് ടൈം ലെഫ്റ്റ് ഓൺ ദിസ് പ്ലാനറ്റ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ നാളെ ഇന്ന സ്ഥലത്ത് പോകും, ഇന്നത് ഈ സമയത്ത് ചെയ്യും. 25-ാം വയസ്സിൽ എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണ്. 26-ാം വയസ്സിൽ കുട്ടി ഉണ്ടാവാനുള്ളതാണ്. ഒരു 40 വയസ്സാകുമ്പോഴത്തേൻ്റെ ലൈഫ് ഉണ്ട് സെറ്റിൽഡ് ആകണം. മനസ്സിലിങ്ങനെ കണ്ടു, വാവ് എന്ത് രസമല്ലേ, രസകരമായിട്ടുള്ളൊരു ജീവിതം. നിങ്ങളിങ്ങനെ ട്രിപ്പ് പോവാണ്, യാത്ര ചെയ്യാണ്. ഇങ്ങനെ മനസ്സിൽ നമ്മുടെ പോലെ human beings like us with flesh blood, human beings like us who had family ഉണ്ടായിരുന്ന, ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്ന നമ്മളെപ്പോലത്തെ മനുഷ്യർ ഇന്നലെ വരെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് they are not with us. ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കിപ്പോൾ ഒരു ദിവസം കൂടി നൽകിയിട്ടുണ്ട്. സോ സേ അൽഹംദുലില്ലാ ഫ്രം ദ ഡെപ്ത് ഓഫ് യുവർ ഹാർട്ട്. അൽഹംദുലില്ലാ. സിറ്റ് ഡൗൺ. എത്ര ആളുകളാണ് ഒരു ദിവസം മരിക്കുന്നത്? അറൗണ്ട് 150,000 ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ. ഒരു ദിവസം എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട്? എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ടായിരിക്കും?
സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് 3 ലക്ഷത്തോളം കുട്ടികൾ ഒരു ദിവസം ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓൾറൈറ്റ്, നൗ വി ഗോയിങ് ടു ഗെറ്റ് ടു ദ ടോപ്പിക്. ഒരു ദിവസം മരിക്കുന്ന 1,50,000 കുട്ടികളും മരിക്കുന്ന ആളുകളും ഒരു ദിവസം ജനിക്കുന്ന 3 ലക്ഷത്തോളം തരം കുട്ടികളും they are all searching for one thing. ഇന്നലെ മരിച്ചിട്ടുള്ള ഇത്ര കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇത്രയോളം ആളുകൾ അവർ ചെറുപ്പത്തിൽ ജനിച്ചത് മുതൽ പിന്നെ ഇങ്ങോട്ട് ജീവിതം മൊത്തം they are searching for one thing. ഇന്നലെ അവർ മരണപ്പെട്ടു. they died searching for it. ഇനി ജനിച്ച കുട്ടികളും ഇവിടുന്ന് അങ്ങോട്ട് ഇത് തന്നെയാണ് തരയാ. എന്താണിതെന്ന് അറിയാം? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഹാപ്പിനെസ്. ദർ ഓൾ സെർച്ചിങ് ഫോർ ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഹറാമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്, ഹലാലായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ചില ആളുകൾ ഫുട്ബോൾ കളിക്കുന്ന എത്ര ആളുകളുണ്ട്? റേസ് യു ഹാൻഡ്. ഫുട്ബോൾ ഇങ്ങനെ ഹരം കാണാം. ഞാൻ മലപ്പുറത്തു നിന്നാണ്. മെസ്സി, റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിയായിരിക്കും അവിടെ നടക്കാൻ. സുബ്ഹാനല്ലാഹ്. ക്രിക്കറ്റ് കളിക്കുന്ന എത്ര ആളുകളുണ്ട്? റേസ് യു ഹാൻഡ്. അങ്ങനെ വിവിധ വിനോദങ്ങളിൽ എന്താണ് ദേ ട്രൈങ് ടു ഫൈൻഡ് ഹാപ്പിനെസ്. അത് ചിലപ്പോൾ ട്രിപ്പിന് മാത്രമേ ആളുകൾ താല്പര്യമുണ്ട്. റേസ് യു ഹാൻഡ്. ഭയങ്കര രസമാണല്ലോ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. റൈറ്റ്, അതിലൂടെ എന്താണ് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, കുറേ സിനിമകൾ കാണുക, പാട്ടുകൾ കേൾക്കുക, ഡ്രാമ സീരീസുകൾ ഇങ്ങനെ കാണുക. എനിക്കൊരു കൗൺസിൽ കേസ് കിട്ടി. 15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് K-pop ഡ്രാമ സീരീസ്, ഇങ്ങനെ കൊറിയൻ ഡ്രാമ സീരീസ് ഇങ്ങനെ കാണുകയാണ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ കണ്ടിട്ട് അതിലിങ്ങനെ ആനന്ദം കാണാണ്. ഖുൽഹുവല്ലാഹു പോലും മര്യാദക്ക് ഓതാൻ അറിയില്ല, പക്ഷെ കൊറിയൻ ഭാഷ ഹിഫ്ളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ബയോയിൽ പോയി കഴിഞ്ഞാൽ കൊറിയൻ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടാകും. എനിക്ക് ഫോണിൽ വാൾപേപ്പർ കാണിച്ചു തന്നപ്പോൾ ഏതൊരു കൊറിയൻ K-pop സിംഗർ ആരോ കണ്ടിട്ട് ആണാണോ പെണ്ണാണോ പോലും എനിക്ക് മനസ്സിലായില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പീപ്പിൾ ആർ ട്രൈങ് ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ എ ലോട്ട് ഓഫ് ഡിഫറെന്റ് തിങ്സ്. ഡ്രഗ്സിലേക്ക് പോകുന്നു, ആൽക്കഹോളിലേക്ക് പോകുന്നു, എ ലോട്ട് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹാപ്പിനെസ്. ഹെഡോണിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫിയുടെ ബേസ് എന്ന് പറയുന്നത് യുവർ ഒബ്ജക്റ്റീവ് ഇൻ ലൈഫ് ഈസ് ഫൈൻഡിങ് പ്ലഷർ. വാട്ട് എവർ ഗിവ്സ് യു പ്ലഷർ യു ക്യാൻ ഡു ഇറ്റ്. പ്ലഷർ നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്ന ഫിലോസഫി. ദേ ഡോണ്ട് ഹാവ് റൈറ്റ് ഓർ റോങ്. അവർക്ക് ഹലാലുമില്ല, ഹറാമുമില്ല, ഹലാലുമില്ല, റൈറ്റ് ഓർ റോങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ല. ഫോർ ദം വാട്ട് എവർ ഗിവ്സ് ദം ബയോളജിക്കൽ ഹാപ്പിനെസ് ദേ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ കുറേ സൊസൈറ്റികളുണ്ട്. യൂറോപ്പിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ സൊസൈറ്റീസ് ആർ ലിവിങ് ലൈക്ക് ദാറ്റ്. US ഭയങ്കര കൂടുതലാണ്. ഇന്ത്യയിൽ അങ്ങനെ കുറേ കൾച്ചേഴ്സ് ഉണ്ട്. ചില റീജിയൻസ് ഫോക്കസ്ഡ് ആണ്. ഗോവയിലൊക്കെ കുറേ കണ്ടമാനുണ്ട്, ഹിപ്പി കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. ദേ ഹാവ് ദിസ് ഫിലോസഫി. രാവിലെ എണീറ്റത് മുതൽ സമാധാനം, സന്തോഷം കിട്ടുമെന്ന് പറയുന്ന എല്ലാ കാര്യത്തിലേക്കും തെരഞ്ഞു പോവാണ്. അതിൽ കള്ളുണ്ടാവും, കഞ്ചാവ് ഉണ്ടാവും, മ്യൂസിക്, സെക്സ്, റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, ഫോളോയിങ് ഇറ്റ് എവറി സിംഗിൾ ഡേ. രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് പോലും DJ ക്ലബ്ബുകളിൽ ഡാൻസ് കളിച്ച്, ആൽക്കഹോൾ കുടിച്ച് ഹാങ് ഓവറായിട്ട് അവിടെ കിടന്നുറങ്ങുന്ന മനുഷ്യർ കുറേയുണ്ട്. ഇറ്റ്സ് അസ്റ്റോണിഷിംഗ്. ദർ ഓൾ ട്രൈങ് ടു ഫൈൻഡ് വാട്ട്? ദർ ഓൾ ട്രൈങ് ടു ഫൈൻഡ് ഹാപ്പിനെസ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അതിൽ ഹെഡണിസ്റ്റ് ആയിട്ട് 30 കൊല്ലം 40 കൊല്ലമൊക്കെ ജീവിച്ചിരുന്ന ഒരാളുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. അദ്ദേഹം മരിക്കാനായിട്ടുണ്ട്, ICU ബെഡിലാണ്. ദ ഇൻ്റർവ്യൂവർ ഗോസ് ടു ഹിം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യു ഹാവ് ലിവ്ഡ് ആസ് എ ഹെഡണിസ്റ്റ് ഫോർ ദീസ് മെനി ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ്. കുറേ വർഷങ്ങൾ നിങ്ങൾ ഹെഡനിസ്റ്റായിട്ട് ജീവിച്ചു. സന്തോഷം കിട്ടുമെന്നൊരു മനുഷ്യൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. എന്നിട്ട് ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹാവ് യു ഫൗണ്ട് ഹാപ്പിനെസ്? നിങ്ങൾ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഈ ICU ബെഡിലിരിക്കുന്നയാൾ ക്യാമറയിലേക്ക് നോക്കി കലങ്ങിയ കണ്ണുകളുമായിട്ട്, വിത്ത് എ ഗ്ലൂം, ഡാർക്ക് ആൻഡ് ഡിപ്രസ്ഡ് ഫേസ്, അദ്ദേഹം മൈക്ക് അടുപ്പിച്ച് പിടിച്ചിട്ട് പറയാണ്, ഐ ഹാവൻറ്റ് ഫൗണ്ട് ഹാപ്പിനെസ്. എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ we need to really ask ourselves, what is the secret of happiness? What is the secret of happiness? ഞാൻ നേരത്തെ പറഞ്ഞു, ഹെഡനിസ്റ്റ് കൾച്ചർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. എന്നാൽ പ്യൂർ റിസർച്ച് പ്രകാരം 2050 ലോകത്തിൽ ഏറ്റവും വലിയ മതം ഏതായിരിക്കും? അത് ഇസ്ലാമായിരിക്കും. ദിസ് ഈസ് ഓൾസോ an interesting observation. അതായത് എല്ലാ രീതിയിലും ഫ്രീഡമുള്ള, ഇൻഡിപെൻഡൻസ് ഉള്ള, യു ക്യാൻ ഡു എനിത്തിങ് ദാറ്റ് യു വാണ്ട്.
എന്നുള്ള രാജ്യങ്ങളിൽ, അതും പല ടീനേജേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും ഇസ്ലാം ഇസ് ലൈക്ക് എ പ്രിസൺ. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജയിൽ പോലെയാണ്, എല്ലാത്തിലും ഹറാമാണ് ചെയ്യാൻ. ഐ കാൺ എൻജോയ് മൈ ലൈഫ് വിത്ത് ഇസ്ലാം എന്നൊക്കെ പറയുന്ന എത്രയോ ടീനേജേഴ്സ് ഉണ്ട്. യൂറോപ്പിൽ ഇത്ര കൂടുതൽ ഫ്രീഡം ഉണ്ടായിട്ടും വൈ ഇസ് ഇസ്ലാം ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ ഇൻ യൂറോപ്പ്? വി നീഡ് ടു തിങ്ക് ചെയ്യേണ്ട ഏരിയയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. വൺ പാത്ത് നെറ്റ്വർക്കിലാണ് വന്നതെന്നാണ്. അതൊരു ഓസ്ട്രേലിയൻ ദഅവ ബേസ്ഡ് ചാനലാണ്. അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ മറ്റേ ആളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് ഹിസ്റ്ററി പറയാൻ. ഇദ്ദേഹം അമുസ്ലിം ആയിരുന്നു. ഓസ്ട്രേലിയയിൽ 6 നൈറ്റ് ക്ലബ്ബുകളുടെ ഓണറായിരുന്നു. 6 നൈറ്റ് ക്ലബ്ബുകളുടെ ഓണർ. ഹി വാസ് മേക്കിംഗ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. സന്തോഷം കിട്ടുന്ന പല ആളുകൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുടെ അതൊക്കെ അനുഭവിച്ച് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ വിചാരിക്കുമല്ലോ, ചില ആളുകൾ രാവിലെ എണീറ്റിട്ട് കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കും, എന്നിട്ട് അവർ സ്വന്തത്തോട് പറയും എന്നെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാകുമായിരുന്നു. ചില ആളുകൾ റോട്ടിലൂടെ മെഴ്സിഡീസ് ബെൻസ്, പോഷ്, ലാംബോർഗിനി, ലാൻഡ് ക്രൂസർ, ബുഗാട്ടി ഇതൊക്കെ പോകുന്നിങ്ങനെ കാണുമ്പോൾ എനിക്കതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷമായിരുന്നേനെ എന്ന് വിചാരിക്കും. ചില മൂവി സ്റ്റാർസിനൊക്കെ കാണുമ്പോൾ ദേ ആർ ഓൾ ഫേമസ്, ദേ ഹാവിങ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ്, ഭയങ്കര സ്റ്റേറ്റസ് ഉണ്ട്, പവറുണ്ട്. ഞാൻ അങ്ങനെയായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി എന്ന് വിചാരിക്കുന്ന ആളുകൾ. എന്നാൽ ഇതൊക്കെ കിട്ടിയിട്ടും എന്താണ്, ഡിപ്രഷനിൽ ജീവിക്കുന്ന സുബ്ഹാനല്ലാഹ് കുറേ ആളുകളുണ്ട്. എനിക്ക് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. മലബാർ റീജിയനിലാണ്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ബിക്കോസ് കൗൺസിലിംഗ് ഈസ് സപ്പോസ് ടു ബി വെരി കോൺഫിഡൻഷ്യൽ. ആള് വളരെ വെൽ നോൺ ഫുഡ് വ്ളോഗറാണ്, വെരി വെൽ നോൺ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആളുകൾ അതിങ്ങനെ കണ്ടു വിചാരിക്കും ഞാൻ അവൻ്റെ പോലെ ആയിരുന്നെങ്കിൽ ഹൗ അമേസിങ് ഇറ്റ് വുഡ് ഹാവ് ബീൻ. കുറേ രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. ഈസ് ഈറ്റിംഗ്, ഈസ് റിയലി എൻജോയിങ് ഹിസ് ലൈഫ്. അപ്പോൾ കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ നോക്കി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അക്കാഡമിക് കൗൺസിലിങ്ങോ എന്തെങ്കിലും പ്രൊഫഷണൽ ലെവലിൽ ഗ്രോ ചെയ്യാനുള്ള കൗൺസിലിംഗ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. ആൾ കൗൺസിലിംഗ് റൂമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ വെനെവർ വി ഗെറ്റ് എ കൗൺസിലിംഗ് വാട്ട് വി ഡു ഇസ് നമ്മളൊരു ഡീബ്രീഫിംഗ് നടത്തും ആളെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിൻസിനോട് പറയും ദേ കളക്ട് ദ ഡേറ്റ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആളൊരു ജനറൽ പേഴ്സണാലിറ്റി പ്രൊഫൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ കൗൺസിലിങ്ങിന് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 10-15 മിനിറ്റ് മുന്നേ ആളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബീച്ചിൽ വൈബ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര രസമാണ്. എന്നിട്ട് കമൻസിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ലൈഫ് അടിപൊളി ലൈഫ്, അമേസിങ് ലൈഫ്. ഇവനങ്ങനെ കൗൺസിലിംഗ് റൂമിലേക്ക് കയറി. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് എന്നുള്ളത്. ഇവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്നിട്ട് അവൻ പറയാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഐ എം ഗോയിങ് ത്രൂ ഡിപ്രഷൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രശ്നം ഐ എം ഹാവിങ് സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ട് എന്നുള്ളതാണ്. So a lot of things that we see on the outside, it may not be the inner reality. Subhanallah. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലേക്ക് വരാം. ഇയാൾ ഇത്രത്തോളം നൈറ്റ് ക്ലബ്ബുകൾ ഓൺ ചെയ്തു, സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓടിക്കുന്നത് ഫെറാരി സ്പൈഡറാണ്, റൈറ്റ്? ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് കാർ, ടോപ്പ് ലക്ഷറി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാച്ചുകളും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 60,000 euros വാച്ചിൻ്റെ വില പറയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം കാണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് എല്ലാ ദിവസവും ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കട്ടുമ്മൽ ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ റഷ് കണ്ടിങ്ങനെ പോകുമ്പോൾ ഐ ഫീൽ എ സെൻസ് ഓഫ് വോയിഡ് ഇൻ മൈ ഹാർട്ട്. ഒരു ദിവസം പോലും എന്താണ് സന്തോഷത്തോടെ ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഹി ഹാസ് സ്റ്റാർട്ടഡ് സെർച്ചിങ് ഇങ്ങനെ ചെയ്യാണ്. വ്യത്യസ്ത മതങ്ങൾ നോക്കി അവസാനം ഇസ്ലാമിലേക്ക് എത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന തൗഹീദിൻ്റെ ആശയം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കയറിയപ്പോൾ ഐ ഫെൽറ്റ് എ സെൻസ് ഓഫ് ഹാപ്പിനെസ് ദാറ്റ് ഐ ഹാവ് നെവർ ഫെൽറ്റ് ഇൻ മൈ ലൈഫ്. അത് ഭയങ്കരമാണ്. ഞാൻ ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, യനീഖ് എന്നു പേരുള്ള. അവൻ ഇസ്ലാമിലേക്ക് വന്നു. അബ്ദുറഹ്മാൻ, ഫ്രാൻസിൽ പാരീസ് ക്യാപിറ്റൽ സിറ്റിയിലാണ് അവന് ജനിച്ചു വളർന്നത്. അവിടെയും ഹി ഹാസ് ഗോൺ ത്രൂ എവറിഥിങ്, ദ ഗാങ് ലൈഫ്, ഹി ഹാസ് ബീൻ ദെയർ, ഹി ഹാസ് ഡൺ ദാറ്റ്. അവസാനം സെർച്ച് ചെയ്ത് അവൻ പറയാണ്
ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു സന്തോഷം കിട്ടിയത് when I understood who Allah subhanahu wa ta'ala is. എന്നിട്ട് അവൻ കരയാണ് സുബ്ഹാനല്ലാഹ്, tears of happiness. ശരിക്കും നമ്മൾ ഈ ഡാറ്റകളൊക്കെ മുഴുവനായിട്ട് കാണുമ്പോൾ one thing becomes extremely clear, and that is the fact that Islam is the secret of happiness. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനൊക്കെ എല്ലാത്തിനും ഫ്രീഡം ഉള്ള, you can do anything that you want, you can go anywhere that you want, you can eat anything that you want, you can engage in sexual intimacy with anything that you want or anyone that you want. Everything is open for you, but still people are depressed. People are depressed. Subhanallah. So Islam is the key to happiness. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സന്തോഷം നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ മുസ്ലിമായിട്ട് ജനിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്? റേസ് യു ഹാൻഡ്. ആസ്ക് യുവർ സെൽഫ് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സമാധാനം, ആ സന്തോഷം എത്ര ആളുകൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. If we have not experienced it, there is a problem with how we approach Islam. ഇസ്ലാമിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുന്നുണ്ട്, അരഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ. വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത് അരഹ്നാ ബിൽ അദാനി യാ ബിലാൽ, ബിലാലെ നിങ്ങൾ ബാങ്ക് കൊടുക്കൂ, ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് റാഹത്ത് നൽകൂ എന്ന് പറയുന്നു. നമസ്കാരത്തിലൂടെ കിട്ടേണ്ട ഒരു റാഹത്തുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു മനുഷ്യൻ ഉദുവെടുത്ത് എണീറ്റ് നമസ്കരിക്കുമ്പോൾ, തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് അർത്ഥമറിഞ്ഞ് പറഞ്ഞ് അങ്ങനെ സുജൂദിലേക്ക് പോയി അള്ളാഹുവിൻ്റെ മുന്നിൽ കണ്ണുനീര് അതിങ്ങനെ വന്ന് നമ്മുടെ മനസ്സിലുള്ള വേദനകളൊക്കെ അള്ളാഹുവിനോട് തുറന്നു പറയുമ്പോൾ അള്ളാഹു മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന ഒരു ഭയങ്കര സമാധാനമുണ്ട്. വഅൻസലല്ലാഹു സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അള്ളാഹു മുഅ്മിനീങ്ങളുടെ മനസ്സ് സക്കീനത്തിട്ട് കൊടുക്കുന്നുള്ളതാണ്. എന്താണ് സക്കീനത്ത് എന്ന് പറയുന്നത്? വാട്ട് ഈസ് സക്കീന? നമ്മൾ അറബി വാക്കുകൾ വേറൊരു ഭാഷയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്വലാത്ത് എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്? സ്വലാത്ത് നമ്മൾ പ്രയർ എന്ന് പറയുന്നു. സക്കാത്തിന് നമ്മൾ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യും? ആംസ് ഓർ ചാരിറ്റി എന്ന് പറയുന്നു. അത് മലയാളത്തിൽ അതിൻ്റേതായിട്ടുള്ള സ്വലാത്തിന് നിസ്കാരം എന്ന് പറയുമ്പോൾ പോലും ട്രാൻസ്ലേഷൻ മുഴുവനാവുന്നുണ്ടോ? മുഴുവനാവുന്നില്ല. ഡോക്ടർ ജോസഫ് എ മസാദ് അദ്ദേഹത്തിൻ്റെ ലിബറലിസം ഇൻ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇൻട്രൊഡക്ഷനിൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ലേറ്റ് an Arabic word to another language without losing the full semantic value. മുഴുവനായിട്ടുള്ള അർത്ഥം ഫുള്ളായിട്ട് പോകാതെ എന്താണ് അറബി ഭാഷയിൽ നിന്ന് ഒരു മറ്റു ഭാഷയിലേക്ക് വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. സക്കീനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറബി ഡിക്ഷണറികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ, വി സീ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ്. ജോയ്, യൂഫോറിയ, ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, സാൽവേഷൻ, പീസ്, വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. മലയാളത്തിലാണെങ്കിൽ സന്തോഷം, സമാധാനം, ആനന്ദം, പരമാനന്ദം, സായുജ്യം, നിർവൃത്തി എന്നുള്ള വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ സക്കീനത്ത് എന്ന് പറയുന്നത് അനുഭവിച്ചറിയേണ്ട ഒരു സമാധാനം. ആ സുജൂദിൽ നിന്ന് ആ അദ് അള്ളാഹുവിനോട് സംസാരിച്ചിട്ട് എണീക്കുമ്പോൾ ആനന്ദ, പരമാനന്ദ, സായുജ്യ, നിർവൃതിയുടെ അങ്ങേ അറ്റമുള്ള എ ഹാപ്പിനെസ് ദാറ്റ് ഇസ് ബിയോണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ റിയൽ ഹാപ്പിനെസ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, അജബൻ ലി അംറിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്ഭുതമാണ്. എന്താണ് അത്ഭുതം? കുല്ലഹു ലഹു ഖൈർ. അവന് സംഭവിക്കുന്നതൊക്കെ അവന് ഖൈറാണ്. അവന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാ പറയും. ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. ഹെൽത്ത് പോയി കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. സേഫായിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. ഡിവോഴ്സ് ആയി കഴിഞ്ഞാലോ? ഞാൻ കൊച്ചിയിലൊരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ ഞാനിങ്ങനെ ഫ്ലോയിൽ പറഞ്ഞു പോവാണ്. ഒരു സൈഡിൽ ആണുങ്ങളുണ്ട്, മറ്റേ സൈഡിൽ പെണ്ണുങ്ങളുണ്ട്. എല്ലാവരും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അങ്ങനെ പറയാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നത്? എല്ലാവരും അൽഹംദുലില്ലാ പറഞ്ഞു. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് പറയുന്നത്? എല്ലാ ആണുങ്ങളും അൽഹംദുലില്ലാ പറഞ്ഞു. പെണ്ണുങ്ങളെ നോക്കണ്ട. എനിവേ, എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് വരികയാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ.
ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് അമേസിങ്. അത് മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ തവക്കുൽ, ഇറ്റ് ബിക്കം സ്ട്രോങ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ പതറില്ല, ഞാൻ തകരില്ല. ഐ വിൽ നോട്ട് ഫെയിൽ, ഐ വിൽ നോട്ട് ബി ഡിപ്രസ്ഡ്, ഐ വിൽ നോട്ട് ബി സാഡ്, ഐ വിൽ സേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ഞാൻ പറയുമെന്ന് പറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സന്തോഷം എന്നുള്ളത് വലുതാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ചില ആളുകൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ. സൈക്കോളജിയിൽ PTSD എന്ന് പറഞ്ഞ സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇഫ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്, റേസ് യുവർ ഹാൻഡ്. PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ആൻഷ്യസ് ആയിട്ടുള്ള ജീവിതത്തിലെ ചില എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ ദേ ബിക്കം ഡിപ്രസ്ഡ്. ഭയങ്കര ആൻസൈറ്റി ഷോക്കുകൾ, സ്ട്രെസ്, പാനിക് അറ്റാക്സ് ഒക്കെ ഉണ്ടാവുകയാണ്. ഒക്ടോബർ 7 അന്നത്തെ ഹാദിത്ത് നടക്കുന്നതിൻ്റെ മുന്നെയാണ് ഞാൻ ഫലസ്തീനിലേക്ക് പോയത്. ഫലസ്തീനിൽ പോയി ജോർദാനിലൂടെ ഇസ്രായേൽ ബോർഡർ കടന്നു വന്നു. ബെത്ലഹാം കടക്കുമ്പോൾ UN വലിയൊരു ബോർഡർ ഉണ്ട്, അത് കടന്നു ബെത്ലഹാമിലെത്തി. ബെത്ലഹാമിലെത്തിയപ്പോൾ രാത്രി ഞാൻ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. നടന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ കാലിയാണ്, ആളുകളില്ല. ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ത്വര മനസ്സിലുണ്ട്. നടന്ന് പോകുമ്പോൾ വയസ്സായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ടാണ് ആൾ നോക്കുന്നത്. ഇവനെ എവിടുന്നാണ്, എന്തിനാണ്? കാരണം ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവിടെ ആകെ IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സാണ്. സംസാരിച്ച് വന്നപ്പോൾ നമ്മളൊരു ബന്ധമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളേക്ക് വന്നത് ജസ്റ്റ് സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ലൈക്ക് അഹ്വാലുക്കും. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്നത് ഡേഞ്ചറസ് ആണ്, രാത്രി 3 മണിക്ക് ബെത്ലഹാം യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിൻ്റെ മുന്നിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. തിരിച്ച് ഒരു 3 മണിയാകുമ്പോൾ അവിടെ എത്തിയപ്പോണ്ട് അദ്ദേഹം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സാമി അബ്ദെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സാമി അബ്ദെ. ഏകദേശം 67-69 വയസ്സുണ്ടാകും. ഭയങ്കര വയസ്കനായിട്ടുള്ള അദ്ദേഹം, വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യും. ചില ആളുകൾ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ. ചില ആളുകൾ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അദ്ദേഹം നടക്കുമ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്, പുഞ്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും, ഇന്നയാൾ ഇവിടെയാണ് മരണപ്പെട്ടത്, അബ്ദുള്ള ഇവിടെയാണ് മരണപ്പെട്ടത്, അഹമ്മദ് ഇവിടെയാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓരോ ആളുകളുടെ പേരും ഹിസ്റ്ററിയും പറയും. ഞാനത് ഫോണിൽ റെക്കോർഡ് ചെയ്യും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തത് യു നീഡ് ടു പുട്ട് ഇറ്റ് ഔട്ട്. ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എന്നിട്ട് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്, വളരെ വയസ്സായിട്ടൊരു സ്ത്രീയുടെ ഫോട്ടോ. പേര് ആമിന അബ്ദെ എന്ന് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൻഹിയെ, ഇതാരാണ്? കാരണം പേര് ഇനീഷ്യൽ സെയിമായി തോന്നിയപ്പോൾ. അപ്പോൾ അദ്ദേഹം അവിടെ സ്തംഭിച്ച് നിന്നിട്ട് പറയാണ്, ഹിയ ഉമ്മി, ഇതെൻ്റെ ഉമ്മയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ ഉമ്മയെ IDF കൊന്നത് വീട്ടിലേക്ക് ഇടിച്ച് കയറിയിട്ട് ഫർണിച്ചറൊക്കെ പൊട്ടിച്ച് തലക്ക് വെടിവെച്ച് എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ സ്വന്തം ഉമ്മ മരണപ്പെടുന്നത് ഞാൻ കണ്ടു. എന്നിട്ടത് പറഞ്ഞതിന് തൊട്ട ശേഷം അദ്ദേഹം പറയാണ്, അൽഹംദുലില്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആസ് എ സൈക്കോളജിസ്റ്റ്, നമുക്ക് സൈക്കോളജിസ്റ്റുകൾക്കൊരു പ്രശ്നമുണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പേഴ്സണാലിറ്റി പ്രൊഫൈൽ ഇങ്ങനെ അറിയാതെ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കണം, പാനിക് സ്റ്റേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഹീസ് റിജക്റ്റിംഗ് ഹിസ് ട്രോമ, മേ ബി ഹീസ് ഇഗ്നോറിങ് ഇറ്റ് സബ് കോൺഷ്യസ്ലി. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഐ ആം കൺഫ്യൂസ്ഡ്. കാരണം ട്രോമയുടെ ഒരു സൈനും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നില്ല. ഞാൻ അങ്ങനെ നടന്ന് അദ്ദേഹം ഓരോ സ്ഥലങ്ങൾ പറയും, അതൊക്കെ റെക്കോർഡ് ചെയ്ത് മുന്നോട്ട് പോയി. ഞാൻ അവസാനം ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെയും അദ്ദേഹം സ്തംഭിച്ച് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനെ ഇവിടെ വെച്ചിട്ടാണ് കൊന്നത്, എൻ്റെ സഹോദരനെ ഇവിടെ വെച്ചിട്ടാണ് കൊന്നത്. ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, അങ്ങാടിയിലൂടെ പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ സഹോദരൻ IDF ഫോഴ്സ് തടഞ്ഞു വെച്ചു. ബിതാഖ, കാർഡ് ചോദിച്ചു, അതില്ലാത്തത് കൊണ്ട് അവനെ വെടിവെക്കുകയാണ്. അവൻ്റെ ഡെഡ് ബോഡി അവിടെ റോട്ടിൽ നിലത്ത് അങ്ങനെ വീഴുകയാണ്. പെടഞ്ഞു മരിക്കുന്നത്, സ്വന്തം സഹോദരൻ പെടഞ്ഞു മരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എന്നിട്ട് IDF ഫോഴ്സ് ആ ഡെഡ് ബോഡിക്ക് ചുറ്റും ബാരിക്കേഡ് ചെയ്യാണ് 3 ദിവസം. അടുത്ത 3 ദിവസം സാമിയ അബ്ദെ പള്ളിയിലേക്ക് പോകുന്നത് സ്വന്തം സഹോദരന്റെ ഡെഡ് ബോഡി കണ്ടുകൊണ്ട്. എന്നിട്ട് സാമിയ അബ്ദെ പറയാണ്, അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഐ എം അസ്റ്റോണിഷ്ഡ്, മൈൻഡ് ബ്ലോയിങ്. അങ്ങനെ നടന്നു നീങ്ങി ഞാൻ ഭയങ്കര തളർച്ച മനസ്സിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് 25 വയസ്സാണ്. ഇത് സംഭവം നടക്കുമ്പോൾ എനിക്ക് 21-22 വയസ്സാണ്. എൻ്റെ കാലുകൾക്ക് ഭയങ്കര
ഐ ഫീൽ വെരി ടയർഡ്, എക്സ്ട്രീംലി ടയർഡ്, ഭയങ്കര തളർച്ച തോന്നുകയാണ്. പക്ഷെ സാമി അബ്ദെ ഭയങ്കര കൂളായിട്ട് എനർജിയോട് കൂടി എനിക്കെന്നെ മനസ്സിൽ എന്നെ പറ്റി മോശം ഫീൽ ചെയ്യാണ്. പഠിച്ചവനെ മൂപ്പിന് നടക്കണ്ടല്ലോ, എനിക്കെന്താ നടക്കാൻ പറ്റാത്തത്? മനസ്സിൽ കുറേ ചോദ്യങ്ങൾ കുന്നുകൂടി ഇങ്ങനെ വരികയാണ്. അദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ അവസാനം സാമി അബ്ദയോട് ചോദിച്ചു, യാ സാമി അബ്ദെ കൈഫ് തസ്തതിഅ തബ്തസിം, ഹൗ ആർ യു ഏബിൾ ടു സ്മൈൽ? എങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ സാമി അബ്ദെ പറഞ്ഞത്, തവക്കൽതു അലല്ലാഹ് വഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായിക്കഴിഞ്ഞാലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. And that is the kind of peace a Muslim should have deep inside his heart. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജറക്ക് പോകുമ്പോൾ ആ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ഖുറൈശിയായിട്ടുള്ള ഒരാൾ വാള് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞിട്ടുണ്ട്, യാ അബൂബക്കർ ലാ തഖഫ്, ഡു നോട്ട് ഫിയർ, ഇന്നല്ലാഹ മഅനാ, ഇൻഡീഡ് അല്ലാഹ് ഈസ് വിത്ത് us. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഒരു മുസ്ലിമിന് അതിലൂടെ കിട്ടുന്നൊരു സന്തോഷം എന്നുള്ളത് വേറെ ലോകത്ത് ഒരാൾക്കും കിട്ടാത്തൊരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. ഇത് ഭയങ്കര സമാധാനമാണ്. ഞാൻ വേറൊരു എക്സ്പീരിയൻസ് പറയാം. ഞാനിങ്ങനെ ഫലസ്തീൻ യാത്ര കഴിഞ്ഞ് തോബ ബോർഡർ വഴി ഈജിപ്തിലേക്ക് കയറി ഇസ്മായിലിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇസ്മായിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ ബോർഡർ കേട്ടിട്ടുള്ള എത്ര ആളുകൾ? റേസ് യുവർ ഹാൻഡ്. റഫ, ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹാഷ്ടാഗ് ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായി, ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് പോലെ. റഫ ബോർഡറിൻ്റെ ഒരു 200-250 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണ് ഇസ്മായിലിയയിൽ. അവിടെ റെഫ്യൂജി ക്യാമ്പുണ്ട്. റെഫ്യൂജി ക്യാമ്പിൽ പോവുകയാണ്. അവിടെ നമ്മൾ പണം ശേഖരിച്ചിട്ട് വി ആർ ട്രൈങ് ടു ഡു റെഫ്യൂജി വർക്ക്. ആളുകൾക്ക് വേണ്ട എന്തെങ്കിലും ചെറിയ വാട്ടർ ബോട്ടിൽസ്, പാമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി ആർ കളക്ടിങ് മണി ആൻഡ് വി ഗിവിങ് ടു ദം. ഞാൻ ഒരു ചെറിയ റൂമിലേക്ക് കിടന്നു. ഒരു വയസ്സായിട്ടൊരു സ്ത്രീ ഉണ്ട് അവിടെ, ഭയങ്കര വയസ്സായിട്ടുള്ള സ്ത്രീ. എന്നെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും യാ ഹല യാ മർഹബ അഹ്ലൻ വസഹ്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മളവിടെ പോകുമ്പോൾ നമ്മളെ മനസ്സിലുള്ള ഇമേജ് എന്താണ്? ദേ ആർ ഗോയിങ് ടു ബി വെരി സാഡ്, ഡിപ്രസ്ഡ്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് അത്ഭുതത്തോടു കൂടി കയറി. എന്നിട്ട് കൈഫ് ഹാലുക്കും ഷഖ്ബാറക്കും, ഐ ആം ആസ്കിങ് ഹെർ അബൌട്ട് ഹെർ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ. അവിടെ അന്ന് ഫ്രിഡ്ജ് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് നമുക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു എന്തിനാ ഫ്രിഡ്ജ് ഉണ്ടായത്? ഞാൻ തിരിച്ച് ഫലസ്തീനിലേക്ക് പോകാനുള്ളതാണ്. ഭയങ്കര ഹോപ്പോടുകൂടി. അപ്പോൾ സൈഡിൽ ഇരിക്കുന്ന 2 ചെറിയ മക്കളുണ്ട്. 7 വയസ്സ് 9 വയസ്സൊക്കെ തോന്നിക്കുന്ന 2 ചെറിയ കുട്ടികൾ. ഒരു കുട്ടിയുടെ കാലിൽ ബാൻഡേജ് ഉണ്ട്, ഒരു കുട്ടിയുടെ കണ്ണിൽ ബാൻഡേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ മക്കളാണോ ചോദിച്ചപ്പോൾ യെസ്, ദീസ് ആർ മൈ ചിൽഡ്രൻ. എന്നിട്ട് അവർ പറയാണ്, എനിക്ക് 5 മക്കളുണ്ട്, 2 ആളുകളാണ് ഇവിടെ. റാഫേൽ നിന്ന് ഓടുമ്പോൾ, മിസൈലുകൾ വർഷിക്കുമ്പോൾ ഞാൻ ഓടി വരുമ്പോൾ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല, ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ മൂത്ത 3 മക്കൾ ജീവനോടെയുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്, അൽഹംദുലില്ലാഹ്. ഒരു മുസ്ലിമിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അതാണ്. ആ മനസ്സൊരു മുസ്ലിമിനുണ്ടാകുമ്പോൾ അവൻ അനുഭവിക്കുന്നൊരു സമാധാനം വേറെ തന്നെയുള്ളൊരു സമാധാനമാണ്. ആ സമാധാനം ഒരു ലൈഫിലും, ഒരു ഹെഡനിസ്റ്റിക് ലൈഫിലും കിട്ടൂല. യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് ബൈ ഫോളോയിങ് എത്തിസം ഓർ ലിബറലിസം ഓർ ഫെമിനിസം ഓർ LGBTQ ആക്ടിവിസം ഓർ എനി അതർ പോസ്റ്റ് മോഡേൺ ഫിലോസഫീസ്. യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്. യു വിൽ ഓൺലി ഗെറ്റ് ഇറ്റ് when you believe in Allah subhanahu wa ta'ala. la ilaha illallah muhammadur rasulullah എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ആ സമാധാനം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. ഇത്ര കാലം മുസ്ലിങ്ങളായി ജീവിച്ചിട്ട് നമസ്കരിക്കുമ്പോൾ ആ സമാധാനം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ആ സമാധാനം ലഭിച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു റെസ്പോൺസ് വരാറുണ്ടോ? ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഖുർആൻ്റെ റീൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് സ്ലൈഡ് ചെയ്ത് പോക്കലാണോ? ഓർ ഡു ഐ സിറ്റ് ദെയർ ടു ലിസൺ ടു ദ ബ്യൂട്ടി ഓഫ് ദ ഖുർആൻ? സുബ്ഹാനല്ലാഹ്, ഫീഹി ഷിഫ, അതിൽ ഷിഫയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞ ആ ഒരു ഖുർആൻ, അതിലേക്ക് നമ്മൾ ഹൃദയം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഖൽബിൽ ഫീ ഖുലൂബിഹിം മറദ് എന്ന് പറഞ്ഞ പോലെ ഖൽബിൻ്റെ ഉള്ളിലൊരു സിക്നസ്, ഖസ്വത്തുൽ ഖൽബ്,
ഹൃദയം കഠിനമായി പോയിട്ടുണ്ടോ എന്നുള്ള വലിയ ചോദ്യം നമ്മൾ ചോദിക്കുക. വെൻ വി മൂവ് അഹെഡ്, ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ടേക്ക് എ ഡിസിഷൻ. ഐ എം ഗോയിങ് ടു ബി ഡീപ്ലി സ്പിരിച്വലി ഇൻവോൾവ് വിത്ത് ദ ഖുർആൻ. അതിലൂടെ മാത്രമാണ് എനിക്ക് സമാധാനം കിട്ടുക എന്നുള്ള മുഴുവൻ ബോധ്യം മനസ്സിലുണ്ടാകുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും തവക്കൽതു അലല്ലാഹ് വ ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിഫോർ ഐ കൺക്ലൂഡ്, ലെറ്റ്സ് ഡു എ സ്മോൾ ആക്ടിവിറ്റി. സ്റ്റാൻഡ് അപ്പ്. Stand up. Just stretch yourself. Body ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. Let the blood circulate through the body. തൊട്ടടുത്തുള്ള ആളെ അടിക്കേണ്ട ആവശ്യമില്ല തലയിൽ. സൈഡിലുള്ള ആളുകൾക്കൊന്ന് സലാമൊക്കെ ഒന്ന് കൊടുക്കും. ഒന്ന് സുഖാണെന്നൊക്കെ ചോദിച്ചു നോക്കി. All right. Now breathe in, breathe out. Now this is going to be very serious psychological visualization activity ആണ്. With that we will end inshallah. Close your eyes. നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. By closing your eyes. അത് ചിലപ്പോൾ വീട്ടിലുള്ള പ്രശ്നമായിരിക്കാം, ഉപ്പയുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ഉമ്മയുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഡ്രഗ് അഡിക്ഷൻ വിഷയമായിരിക്കാം, പൊണോഗ്രഫി അഡിക്ഷൻ വിഷയമായിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ഭാര്യയുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കയറിയിട്ട് മനസ്സ് വേദനിക്കുന്ന, ഹറാമാണെന്ന് അറിയുന്നെങ്കിലും അതിൽ നിന്ന് പുറത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, കയറാൻ പറ്റാതെ വിട്ടുകിടക്കുന്നു. കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കാം, പൊളിറ്റിക്കൽ പ്രശ്നങ്ങളായിരിക്കാം, സോഷ്യൽ പ്രശ്നങ്ങളായിരിക്കാം, സൈക്കോളജിക്കൽ പ്രശ്നങ്ങളായിരിക്കാം, ഫിസിക്കൽ പ്രശ്നങ്ങളായിരിക്കാം. തിങ്ക് അബൌട്ട് ദി ഇഷ്യൂ. അതിനെപ്പറ്റി മനസ്സിൽ വളരെ ഡീപ്പായിട്ട് കാണാം. ബി സൈലൻറ്റ്, ബി വെരി കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ആ കഥകൾ മനസ്സിലൂടെ ഇങ്ങനെ ഓടുക. സാമിയ അബ്ദയുടെ കഥകൾ, ഫലസ്തീനിലൂടെ നടന്നിട്ടുള്ള കഥകൾ, ഫാത്തിമയുടെ കഥ, റെഫ്യൂജി ക്യാമ്പിലുള്ള കഥ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുഹയിൽ ഇരിക്കുന്നതിൻ്റെ ആ കഥ, അവരൊക്കെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ടുള്ള തവക്കൽതു അലല്ലാഹ് എന്നുള്ളത് വി ആർ ഗോയിങ് ടു സേ ഇറ്റ് വെരി വെരി സ്ട്രോങ്ലി. മനസ്സിന് എത്ര ശക്തിയുണ്ടോ അത്രയുറക്കെ say it. Tawakkaltu ala Allah. Not enough, say it loud. Tawakkaltu ala Allah. Raise your hands up. La ilaha illallah എന്ന് പറയുന്ന പോലെ ഒരൊറ്റ കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട് open your eyes and look at me. കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കണ്ണ് പൂട്ടിയിട്ട് Tawakkaltu ala Allah. Not enough, Tawakkaltu ala Allah. توكلت على الله. توكلت على الله. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. I trust in Allah. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും I trust in Allah എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് we experience true happiness. Barakallahu feekum wa hayyakumullah. You can sit down, open your eyes. May Allah subhanahu wa ta'ala give us the tawfiq to experience this beautiful peace. ഹയ്യാക്കുമുള്ള. ജീവിതത്തിലൂടെ കുറേ പ്രശ്നങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് I'm concluding. ബാറക്കല്ലാഹു ഫീക്കും വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.